ഈ അടുത്ത സമയത്ത് വായിച്ചൊരു പുസ്തകത്തിൽ, ഒരു ഫ്രഞ്ച് ചരിത്ര പുസ്തകമാണ്. അതിൻ്റെ അകത്ത് ഒരു മനോഹരമായ ദേവാലയത്തെ പറ്റി പറയാം. പുതിയൊരു ദേവാലയം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. പണിത് അവിടെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങൾ വരച്ച് ഈ ചിത്രകാരന് ഏറ്റവും അവസാനം വരയ്ക്കേണ്ടുന്ന ചിത്രം കന്യകമറിയ അമ്മയുടേതും കുഞ്ഞിൻ്റേതുമാണ്, അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിൻ്റേതുമാണ്. അദ്ദേഹം ഇങ്ങനെ ചിത്രം വരച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊടുത്തു. അമ്മയ്ക്ക് വെള്ളക്കുപ്പായവും നീല ഷോളും ഒക്കെ കൊടുത്ത് കുഞ്ഞിന് അതിൻ്റെതായ ഭംഗിയിൽ ചിത്രങ്ങളൊക്കെ വരച്ച്, ഒരു ചിത്രകാരൻ ഏറ്റവും അവസാനം ഈ ചിത്രത്തിന് ജീവൻ കൊടുക്കുന്നത് എന്ത് വരയ്ക്കുമ്പോഴാ? കണ്ണ് വരയ്ക്കുമ്പോഴാണ്. എല്ലാ ചിത്രകാരന്മാരും അവര് വരയ്ക്കുന്ന ചിത്രത്തിന് ജീവൻ കൊടുക്കുന്നത് അതിൻ്റെ കണ്ണ് വരയ്ക്കുമ്പോഴാണ്. അങ്ങനെ ചിത്രകാരൻ കണ്ണു വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ കന്യകമറിയാമിൻ്റെയും കുഞ്ഞിൻ്റേതുമാണ്. ഒരു വൃദ്ധയായ സ്ത്രീ, സൗന്ദര്യമില്ലാത്തൊരു സ്ത്രീ ഈ ചിത്രകാരൻ്റെ തോളിൽ തട്ടിയിട്ട് 3 ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചിത്രകാര, നിനക്ക് ഈ വരയ്ക്കാൻ പോകുന്ന ഇവരെ അറിയാമോ? എന്താ? ഈ ചിത്രം വരയ്ക്കാൻ പോകുന്ന കന്യകമറിയാം കുഞ്ഞ്, ഇവരെ നിനക്കറിയാമോ? ആദ്യത്തെ ചോദ്യം. ഇയാളൊന്നും മിണ്ടിയില്ല. വീണ്ടും തോളെ തട്ടി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു: നിനക്ക് ഇവരുടെ ചിത്രം വരയ്ക്കാൻ അറിയാമോ? നിനക്കിവരെ അറിയാമോ? നിനക്കിവരുടെ ചിത്രം വരയ്ക്കാൻ അറിയാമോ? ഇദ്ദേഹം മിണ്ടിയില്ല. 3-ാം പ്രാവശ്യം ഈ വൃദ്ധയായ സ്ത്രീ അടുത്ത ചോദ്യം ചോദിച്ചു: നിനക്ക് ഇവരുടെ ജീവിതത്തിൻ്റെ കഥകൾ അറിയാമോ? നിനക്കിവരുടെ ജീവിതത്തിൻ്റെ ചരിത്രം അറിയാമോ? ഇവിടെ കൂടിയിരിക്കുന്ന ഈ മഹത് സഭയോട് എനിക്കും ചോദിക്കാനുള്ളത് ചോദ്യം ഇതാണ്. 1016 വർഷങ്ങൾ പിന്നിടുന്ന വെൺമണിയുടെ, മലങ്കരയുടെ, ഈ ലോകത്തിൻ്റെ അഭിമാനമാകുന്ന, പ്രാർത്ഥനയുടെ ഗോപുരമാകുന്ന, മലമേൽ സ്ഥാപിക്കപ്പെട്ട പട്ടണമാകുന്ന, തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്കാകുന്ന, അറാറത്ത് പർവ്വതത്തിൽ ഉറച്ച നോഹയുടെ പെട്ടകമാകുന്ന ഈ ഒരു കൂടാരത്തിൽ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ മനസാക്ഷിയോട് ചോദിക്കേണ്ടുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക്, എനിക്ക് ഈ അമ്മയും കുഞ്ഞിനെയും അറിയാമോ? നിനക്ക്, എനിക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഈ അമ്മയുടെ ചിത്രം വരയ്ക്കാൻ പറ്റുമോ? 3, നമുക്ക് ഇവരുടെ ജീവിതത്തിന്റെ ചരിത്രം അറിയാമോ? ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞാൽ അവിടെയാണ് അമ്മയും കുഞ്ഞും എവിടെ ആകുന്നത്? നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആവുന്നത്. ഈ 3 ചരിത്രങ്ങളും 3 സത്യങ്ങളും മനസ്സിലാക്കിയാൽ അമ്മയും കുഞ്ഞും നമ്മുടെ ജീവിതത്തിൽ ആകും, പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മളിതൊക്കെ ഇങ്ങനെ അറിയാതെ 8 നോമ്പ്, 8 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരിയുടെ പാരിഷ് മിഷൻ സമയത്ത് ഒരു ബ്രദറായിട്ട് ഈ പള്ളി വന്ന, അന്ന് ഇവിടെ പള്ളി താമസിച്ച് ഞങ്ങൾ ഒരാഴ്ച പാരിഷ് മിഷൻ നടത്തിയതാണ്. ഇന്നത്തെ വികാരിയെ പറ്റിയോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരമ്മയും കുഞ്ഞും ഒരു സന്ധ്യയ്ക്ക് ഇവിടെ വന്ന്, ഇതുപോലൊരു 8 നോമ്പിൻ്റെ സമയമാണ്, അന്ന് പാരിഷ് മിഷൻ നടത്തിയത്. വന്ന് ഈ വികാരിയച്ഛനോട് പറഞ്ഞു: അച്ഛാ, മോൾക്ക് ഒരു പ്രശ്നമുണ്ട്. മോളുടെ പ്രശ്നമൊന്നുമല്ല, ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ, പെൺകുഞ്ഞാണ്, 8 നോമ്പ് പോലെ പഠിക്കുന്നുള്ളൂ, അത് ശരീരം ഇങ്ങനെ വെളുത്ത് പാണ്ട് പോലെ വരികയാണ്. വലിയ അറിവും വലിയ പണ്ഡിതനും വലിയ പ്രസംഗമൊന്നും ഇല്ലാത്തൊരു സാധു അച്ഛൻ അവിടുത്തെ വികാരി. അദ്ദേഹം ഈ അമ്മയോടും കുഞ്ഞിനോടും പറഞ്ഞു, ഈ പള്ളി നടന്ന കാര്യമാണ് പറയുന്നത്, ഞാൻ എൻ്റെ ചെവിക്കും എൻ്റെ കണ്ണിനും കേട്ട കാര്യമാണ്.
പറഞ്ഞു, ഇനിയുമുള്ള 8 ദിവസം ഇവിടെ വിശുദ്ധ കുർബാന ഉണ്ടല്ലോ, കുഞ്ഞിന് ഒരു തൈലാഭിഷേകം നടത്തിയിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ ഈ കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കണം. വേറെ ഒന്നും പറഞ്ഞില്ല. അവിടെ പോകാനോ ഇവിടെ പോകാനോ ഒന്നും പറഞ്ഞില്ല. ഈ കുഞ്ഞിന് തൈലാഭിഷേകം നടത്തണം. തുടർന്നുള്ള ദിവസങ്ങൾ ഈ കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കണം. നിങ്ങൾ ഒരുങ്ങി വരണം. ആ സാധുവായ സ്ത്രീ, ഈ സാധുവായ വൈദികൻ പറഞ്ഞത് കേട്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന്, ഇന്ന് ആ കുട്ടി ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ മനസ്സിൻ്റെ വിശ്വാസം, ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചു. നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് ആ കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു, അതിൻ്റെ ശരീരത്തിൽ നിന്ന് മുഴുവൻ പ്രശ്നങ്ങളും മാറ്റപ്പെട്ടു പോയി. ഞാനിതൊക്കെ പറയുന്നത് ഈ അമ്മയും കുഞ്ഞിനെയും അവരറിഞ്ഞു, അവരുടെ ജീവിതത്തിൻ്റെ കഥകൾ അവരറിഞ്ഞു. അവരുടെ ജീവിതം ചിത്രമായി ഹൃദയങ്ങളിലേക്ക് സന്നിവേശിക്കപ്പെട്ടപ്പോ ലോകം പരാജയമെന്ന് പറഞ്ഞത് ഈ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവം വിജയമെന്ന് പറഞ്ഞ അനേക ചരിത്രങ്ങളുടെ ഇടമാണ് വെൺമണി പള്ളി എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അമ്മയെ 2 യാഗപീഠമായിട്ട് ചിത്രീകരിക്കാനാണ്. പരിശുദ്ധ ദൈവമാതാവ് എന്ന മറിയം അമ്മയെ, അമ്മ മറിയത്തെ 2 യാഗപീഠമെന്ന് വിശേഷിപ്പിക്കുവാനായിട്ടാണ്. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകത്തിൽ 4 യാഗപീഠം പ്രത്യേകമായി നാം കാണുന്നുണ്ട്. എത്രണ്ണമാണ്? 4 യാഗപീഠം. ഒന്നാമത്തെ യാഗപീഠത്തെ പറ്റി പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 22:14 യഹോവ ഇരേ. എന്താ യഹോവ ഇരേ? അതിനർത്ഥം ഇങ്ങനെയാണ്, യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. രണ്ടാമത്തെ യാഗപീഠം, ആദ്യത്തെ യാഗപീഠം അബ്രഹാം പണിതുവെങ്കിൽ രണ്ടാമത്തെ യാഗപീഠം മോശ പണിഞ്ഞു. അതിന്റെ പേര് യഹോവ നിസി, യഹോവ എന്റെ കൊടി. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 25-ാം വാക്യം. പുറപ്പാട് 17 അതിന്റെ 15-ാം വാക്യം, 15-ാം വാക്യം. മൂന്നാമത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണുന്ന യഹോവ ശാലോം, യഹോവ സമാധാനം നൽകും. നാലാമത്തെ യാഗപീഠം കാണുന്നത് യഹോവ ഷമ്മ, യഹോവ അവിടെ. യഹസ്കിയേൽ പ്രവചനം 48-ാം അധ്യായം 35-ാം വാക്യം. യഹസ്കിയേൽ കണ്ട ദർശനത്തിലെ യാഗപീഠമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ യാഗപീഠങ്ങൾ പഴയ നിയമ പുസ്തകത്തിൽ നാം കാണുമ്പോൾ ഇതിൽ ആദ്യത്തെ 2 യാഗപീഠം മാത്രം ഈ സന്ധ്യയ്ക്ക് പരിശുദ്ധ അമ്മയുമായി ചേർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2 യാഗപീഠത്തെ പറ്റി നാം ആരാധനയിൽ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. പറയാമോ? ഈ 2 യാഗപീഠത്തെ പറ്റി ആരാധനയിൽ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. ശ്ലീബായുടെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ശ്ലീബായുടെ 3-ാം മണി നമസ്കാരത്തിൽ അതിൻ്റെ ഖോലോകളുടെ 2-ാമത്തെ സ്റ്റാൻസ നാം പാടും. അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിലമീ പാഷണ്ഡ എതിരെ ദൃഷ്ടാന്തം. 1 നൽകി. 2 തീക്കൽ പാറജലം നൽകി. 3 എസ്തീറാമത്സ്യവുമേകി കന്യാക്ഷേപകരെ 3
പരിഹാസത്തോടുവീ. ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ മനോഹരമായിട്ട് പാടും, പക്ഷേ ഈ വരികളിലൂടെ ഒന്ന് പോയാൽ പരിശുദ്ധ കന്യകമറിയാമനെ ആക്ഷേപിക്കുന്നവരെ നിങ്ങൾ പരിഹാസത്തോടെ 3 കാര്യം കേൾക്കണം. 1, കുഞ്ഞാടിനെ വൃക്ഷം നൽകി. 2, തീക്കൽ പാറജലം നൽകി. 3, എസ്തീറ മത്സ്യമേകി. 3ന്റെയും ചുരുക്കം നമുക്കറിയാം. അബ്രഹാം ഇസഹാക്കിനെ കൊണ്ട് പോകുമ്പോ വഴിക്ക് മകൻ ചോദിക്കുന്നുണ്ട്, തീയുണ്ട്, വിറകുണ്ട്, അപ്പാ യാഗവസ്തു എവിടെയാണ്? അപ്പം പറയുന്നുണ്ട്, ദൈവം ദൈവം കരുതിക്കൊള്ളും, യഹോവ ഇരേ. ദൈവം കരുതിക്കൊള്ളും, യഹോവ ഇരേ. ഒന്നാമത്തെ യാഗപീഠം അതാണ്, ദൈവം കരുതിക്കൊള്ളുന്ന യാഗപീഠം. രണ്ടാമത് നാം കാണുന്നുണ്ട്, തീക്കൽ പാറജലം നൽകി. എവിടെയാണ്? സീൻ മരുഭൂമിയിൽ നിന്ന് രഫീദിമിൽ എത്തിച്ചേരുന്ന ഇസ്രായേൽ ജനം പിറുപിറുക്കുമ്പോ മോശ പാറയടിക്കുന്നു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നു, ജനം കുടിക്കുന്നു. അവിടെ മോശ ഒരു ബലിപീഠം ഉണ്ടാക്കി. അതിന്റെ പേരാണ് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി. ഈ 2 മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 3ാമത് നമ്മൾ കാണുന്നുണ്ട്, എസ്തീറ മത്സ്യം നൽകി. എനിക്കും നിനക്കും വേണ്ടി കപ്പം കൊടുക്കുവാൻ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി അതിൻ്റെ വായിൽ ഒരു നാണയം സൂക്ഷിക്കുവാൻ പ്രാപ്തിയുണ്ടെങ്കിൽ, പിതാക്കന്മാര് പറയുകയാണ്, അവിടെ നിൽക്കുന്ന മോറിയ മലയിൽ നിൽക്കുന്ന ആ വൃക്ഷമാണ് കുഞ്ഞാടിനെ പ്രസവിച്ചത്. തീക്കൽ പാറജലം പുറപ്പെട്ടു വന്നു. 3 ഒരു മത്സ്യത്തിന്റെ വായിൽ ഒരു നാണയം സൂക്ഷിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ കന്യകമറിയാം എന്തുകൊണ്ട് വർജിനായി പതിവ്രതയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചുവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു? ഈ 3 സംഭവങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് കന്യകമറിയാമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല? പ്രിയപ്പെട്ടവരെ, 1ാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. യഹോവ ഇരേ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യം. നമുക്കറിയാം, അബ്രഹാം പണിത യാഗപീഠമാണ് യഹോവ ഇരേ എന്ന് പേരിട്ട് വിളിച്ചത്. അതിൻ്റെ അർത്ഥം ദൈവം കരുതിക്കൊള്ളും എന്നുള്ളതാണ്. ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ അബ്രഹാം കൊണ്ടുപോവുകയാണ്. ബേർഷേബയിൽ നിന്ന് മോറിയ മലയിലേക്ക് 60 മൈൽ യാത്ര ചെയ്യണം. 60 മൈൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 3 ദിവസത്തെ യാത്ര ഉണ്ട്. ആർക്കൊക്കെ? അബ്രഹാമിനും ഇസഹാക്കിനും കൂടെ. ഈ യാത്രയിൽ വികാരപരമായ ചില ചോദ്യങ്ങളുണ്ട്. എന്താ ചോദ്യം? മകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് അപ്പനോട്, അപ്പാ തീയുണ്ടല്ലോ, വിറകുണ്ടല്ലോ, ബലിക്കുള്ള വസ്തു, പച്ചമാംസവും ചൂടുരക്തവുമുള്ള ഈ അപ്പന്റെ മനസ്സെന്ത് ചെയ്ത് കാണും? തീക്കൊള്ളി പോലെ അങ്ങ് വിറച്ചു കാണും. ഈ അപ്പൻ ചിന്തിച്ചു കാണും, ഞാൻ ഇവനോട് എന്ത് ഉത്തരം പറയണം? ചില ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരമില്ല പ്രിയപ്പെട്ടവരെ. ചില രോഗങ്ങൾക്ക് നമുക്ക് ഉത്തരമില്ല, ചില സങ്കടങ്ങൾക്ക് നമുക്ക് ഉത്തരമില്ല. അവിടെയൊക്കെ ഒരു ക്രൈസ്തവനാകുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ധീരതയോടെ പറയേണ്ടുന്ന ഒരു കാര്യമാണ്, ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ബോധ്യം. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, ദൈവം കരുതിക്കൊള്ളും, യഹോവ ഈരേ എന്ന് പറഞ്ഞത്. അങ്ങനെ മകനെയും കൊണ്ട് യാത്ര ചെയ്യുന്ന അബ്രഹാം ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ
വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെ കാണുമ്പോൾ അവിടെ കൃത്യമായി യഹോവയാ ദൈവം പറയുന്ന ഒരു ഉപദേശമുണ്ട്. അതിങ്ങനെയാണ്: എനിക്ക് ഒരിക്കലും നരബലി ആവശ്യമില്ല. ദൈവത്തിന് ഒരിക്കലും നരബലി ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഈ അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാമേ, നീ നിന്റെ മകനെ എനിക്ക് ബലി കഴിക്കണം? ഇതാദ്യം കേട്ടപ്പോൾ നമ്മുടെ ചങ്കൊന്ന് പൊട്ടിയില്ലായിരുന്നു. ഞാനും വേദപുസ്തകമൊക്കെ വായിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ ഞാനും ദൈവത്തോട് ചോദിച്ചു, ഈ ദൈവം എന്തൊരു ക്രൂരനാ അല്ലേ? കാരണം എന്താ? നരബലിയിൽ പ്രസാദിക്കുന്നവനായ ദൈവമല്ല എന്ന് കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 100-ലധികം വർഷങ്ങൾ സങ്കടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് 2 പേർ കൂടെ ആരെ കൊടുത്തൊരു കുഞ്ഞിനെ കൊടുത്തു. ഈ കൊടുത്ത കുഞ്ഞിനെ കണ്ടപ്പോ സാറായിയുടെ ഭാവമൊക്കെ ഒന്ന് മാറി. സാറായി എന്തു പറഞ്ഞു? നമ്മളെ പോലായിരുന്നു. എന്താ നിങ്ങൾ ഈ മഞ്ഞുരുകും കാലം എന്ന സീരിയൽ കണ്ടുണ്ടോ? ഇത്രയും നല്ല മനുഷ്യരെ ഈ മലങ്കര സഭ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ സത്യസന്ധരായ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഒരു അമ്മ ഒരു കുട്ടിയോട് പോര് കാണിക്കുന്ന ഞാൻ കാണുന്നേ, ജാനകി. അപ്പൊ ഞാൻ ഇതിന്റെ ക്ലൈമാക്സ് തപ്പി ഒന്ന് പോയി. സത്യം എന്താ കള്ളം പറയുന്നേ? പിന്നെ ക്ലൈമാക്സ് തപ്പിപ്പോയപ്പോ ജാനകിക്ക് ആദ്യം മക്കളില്ലായിരുന്നു. ജാനകിക്ക് ഒരു വളർത്തുമകളാണ്. അവളെ ദത്തെടുത്ത അപ്പനും അമ്മയ്ക്കും മക്കളില്ലായിരുന്നു. പക്ഷെ ജാനകി ഒരു 5-6 വയസ്സ് പ്രായമായപ്പോ ഇവർക്ക് 2 മക്കളുണ്ടായി. അവർക്ക് ആരെ വേണ്ട? പിന്നെ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ക്രൂരതകൾ ഇങ്ങനെ പോയി അതാണ് ആ സീരിയല്. അപ്പൊ ഈ ഭാഗം വായിച്ചപ്പോ എന്റെ മനസ്സിന് പെട്ടെന്ന് തോന്നി, നമ്മുടെ സാറായിയെ തോന്നി. എന്താ? സാറായിക്ക് മക്കളില്ലായിരുന്നു. സാറായി പറഞ്ഞു, ഹാഗാറിനെ നീ പരിഗ്രഹിച്ചോ, നിനക്കൊരു കുഞ്ഞുണ്ടായിക്കട്ടെ, നമുക്ക് തലമുറ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിന് സമ്മതമൊക്കെ കൊടുത്തു. അങ്ങനെ ഇസ്മായിൽ ജനിച്ചു കഴിഞ്ഞു. ആർക്ക് വീണ്ടും മക്കളുണ്ടായി? അതാണ്ട കിടക്കുന്നു. ഞങ്ങൾക്ക് മക്കളുണ്ടായി, അതുകൊണ്ട് ആര് വേണ്ട ഇനിയും? ഇസ്മായേല്. ഞാൻ ചരിത്രത്തിലേക്കൊന്നും വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുഞ്ഞിനെ കൊണ്ട് തലമുറകൾ സ്വപ്നം കണ്ട് ജീവിക്കുന്ന അബ്രഹാമിനോടും സാറായോടും യഹോവയാ ദൈവം കൽപ്പിച്ചരുളി, ഈ മകനെ കൊണ്ട് ബലി കഴിക്കണം. ഈ ദൈവം തന്നെ പറയുന്നുണ്ട്, എനിക്ക് നരബലി വേണ്ട. പിന്നെ എന്തൊരു പരിപാടി ദൈവം കാണിച്ചത്! ശരിയല്ലേ? നമ്മൾ ചിന്തിക്കത്തില്ലേ? ഇല്ലേ? ചിന്തിക്കത്തില്ലയോ എന്ന് ചിന്തിക്കും അല്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനസ്സിൽ വിരിഞ്ഞൊരു അതിമനോഹരമായ ഒരു ആശയമുണ്ട്. ഇവരിത്രയും നാളും ഞാൻ പറഞ്ഞ വഴി പോയി, എന്നോട് ചോദിച്ച കാര്യങ്ങൾ ചെയ്തു, ഇവനെല്ലാം ഞാൻ കൊടുത്തു. പക്ഷേ ഇവന്റെ മനസ്സിൽ ഒരു വിഗ്രഹം വളരുന്നുണ്ടോന്ന് ആർക്കും സംശയം തോന്നി? എന്ത് തോന്നി? ഞാൻ പറഞ്ഞ മനസ്സിലായോ? വിഗ്രഹം എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് ആരും എടുക്കരുത്. ഞാൻ ആഗ്രഹത്തെ പറ്റിയാ പറയുന്നത്. എന്താ? ദൈവം ചിന്തിച്ചു, അബ്രഹാമിന് സൗഭാഗ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ അറിഞ്ഞോ അറിയാതോ ഇവന്റെ മനസ്സിലൊരു വിഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? അതുകൊണ്ടാണ് അബ്രഹാം ഏറെ ദുഃഖിച്ചു എന്ന് പറയുന്നത്. എന്തിന്? മകനെ അതുവരെ ഇടത്തോട്ട് പോമായിരുന്നോ? വലത്തോട്ട് പോകമായിരുന്നോ? ഇങ്ങനെ പൊക്കോണ്ടിരുന്ന അബ്രഹാം മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായത് കൊണ്ടാണ് സങ്കടത്തോടെ മകനെ ഇവിടെ പോയത്. ഈ സങ്കടത്തിന് പറയുന്ന പേരാണ്, എവിടെയോ അബ്രഹാമിന്റെ മനസ്സിൽ ഒരു വിഗ്രഹം വളർന്നു. വിഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവത്തെക്കാൾ അമിതമായി ഞാനും നിങ്ങളും എന്തിനെ സ്നേഹിക്കുന്നോ അതിന് പറയുന്ന പേരാണ് വിഗ്രഹം. ദൈവത്തെക്കാൾ അമിതമായി എന്തിനെ സ്നേഹിക്കുന്നുവോ അതിന് പറയുന്ന പേരാണ് വിഗ്രഹം. പരിശുദ്ധ കന്യക മറിയാം, നിങ്ങളൊന്ന് ചിന്തിച്ചേ, ചുമ്മാതെ ചിന്തിച്ചേ. ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിക്കാത്തൊരു സ്ത്രീ, യുയാക്കീം ഹന്ന ദമ്പതികളുടെ മകളായി ദേവാലയത്തിൽ വളർന്ന് ദേവാലയമായി തീർന്നു. 14-ാമത്തെ വയസ്സിൽ വിവാഹ ആലോചന വന്നു. ആരുമായിട്ടാ? ഉണ്ടെന്നില്ല. ഇവിടെ 14 വയസ്സുള്ള മക്കളുണ്ട്. മക്കളെ,
നിങ്ങൾക്കൊരു 45 വയസ്സുകാരൻ അച്ഛൻ ആലോചിക്കട്ടെ, നിങ്ങൾ എന്ത് പറയും? അതെല്ലാം തലകുനിച്ചിരിക്കുക. മക്കളെ, നിങ്ങൾക്കൊരു 45 വയസ്സ് പ്രായമുള്ള ഒരാളെ ഞാൻ ആലോചിക്കാൻ പോയാൽ നിങ്ങൾ പറയും, എൻ്റെ അച്ഛൻ പള്ളി പറഞ്ഞാൽ മതി, 8 പൗണ്ട് എക്ലീസിയ അല്ലേ? നടക്കുന്ന കാര്യമല്ല. കാരണം എന്താ? ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താ ഞങ്ങളുടെ കൺസെപ്റ്റിൽ? ഷാരൂഖ് ഖാനെ പോലെ സുന്ദരനും സുസ്മിത സെന്നെ പോലെ സൗന്ദര്യമുള്ള ആരായിരിക്കണം അല്ലേ? ഇന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനേക്കാൾ ശരീരത്തിന്റെ ഭംഗിയും കോപ്രായങ്ങൾ കാണിക്കുന്ന മനുഷ്യനെയാണ് ആർക്കിഷ്ടം? 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 എല്ലാവർക്കും ഇഷ്ടം. ഒരു പെങ്കൊച്ച് വളരെ സ്നേഹത്തോടെ എന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ ചോദിച്ചു, നിന്റെ കൺസെപ്റ്റ് എന്തുവാ? കല്യാണമൊക്കെ ആകുന്നില്ല. അപ്പം ഞാൻ ചുമ്മാതൊന്നും ചോദിച്ചു, എന്താ കുഞ്ഞൻ നിന്റെ കൺസെപ്റ്റ്? ഈ കൊച്ചൊരു നാണമില്ലാതെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അടിപൊളിയായിരിക്കണം. ഞാൻ നീ അടിപൊളി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അത് അത്യാവശ്യം ഫിനാൻസ് വേണം, ഒന്ന്. അപ്പം ഞാൻ എൻ്റെ ശൈലിയിൽ ഞാൻ ചോദിച്ചു, നിനക്ക് മദ്യപിക്കുന്നവനെ ഒന്നും ഇഷ്ടമല്ലല്ലോ, ഇച്ചിരി അടിച്ചാൽ കുഴപ്പമെന്ന? ഇച്ചിരി അടിച്ചാൽ കുഴപ്പമെന്ന? അപ്പം അങ്ങനെയുള്ളൊരു വിവാഹ കൺസെപ്റ്റാണ് ഇന്ന് നമുക്കെല്ലാം ഉള്ളത്. നമുക്ക് പറയല്ലോ, ഇന്നിപ്പം സഭ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയങ്ങളിൽ ഒന്നെന്താ അറിയാമോ? ഒരുപാട് ചെറുപ്പക്കാർ കെട്ടാൻ നിൽക്കുക. 2 ചെറുപ്പക്കാരിൽ എവിടെ പോയിക്കൊണ്ടിരിക്കുക? എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 2 വർഷം കഴിയുമ്പോൾ വെൺമണിപ്പള്ളി വന്നാൽ ഇവിടെ ഇരിക്കുന്ന പ്രായമായവർ മാത്രമേ കാണുന്നത്, പിള്ളേരൊക്കെ പോവും. ഒരുപാട് കൺസെപ്റ്റുള്ള ലോകത്ത് ജീവിക്കുമ്പോൾ 14 വയസ്സുകാരോട് പറഞ്ഞു, നിനക്കൊരു വയസ്സനായ മനുഷ്യനെ വിവാഹം കഴിക്കണം. മിണ്ടിയ വല്ലതും ഇല്ല. വിവാഹം കഴിഞ്ഞിട്ട് 6-ാം മാസം ആകുമ്പോ ദാ കിടക്കുന്നു തന്റെ സഹോദരി, അല്ലെങ്കിൽ തന്റെ ഒരു അമ്മച്ചിയുടെ പ്രായമുള്ള ഒരു സ്ത്രീ. എവിടാ? മലനാട് ബന്ധപ്പെട്ട് കയറി സാഹോദര്യത്തിന്റെ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണമെങ്കിൽ പറയാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യയെ പ്രസവിച്ചിട്ട് 22 ദിവസമായി. ഈ 8 മാസവും ഒന്നും ചെയ്യുവാൻ വയ്യാതെ ഒരു മൃതശരീരം കിടക്കുന്ന പോലെ ഒരു കട്ടിൽ കിടന്ന എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത്. ആ ഒരു സ്ഥാനത്ത് ഈ 6 മാസം പ്രായമായൊരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഒരു സ്ത്രീ തന്റെ സഹോദരി ചാർച്ചക്കാരെ ശുശ്രൂഷിക്കുവാൻ മലനാട് കയറി. നിങ്ങൾ പോമോ? പോകില്ല. കാരണം നമുക്ക് പ്രോട്ടീൻ വേണം, വൈറ്റമിൻ വേണം, വിറ്റാമിൻ ഡി വേണം എന്ന് വേണ്ട സർവമാന സാധനങ്ങൾ കഴിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞ പോലെ സുഖിച്ച് പൊളച്ച് കുല ദിവസത്തിലെ പോലെ നമ്മൾ ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഇവിടെയാണ് ഈ സ്ത്രീ ബന്ധപ്പെട്ട് കയറിയത്. 3 നിറവയറാണ്. 9 മാസം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു സ്ത്രീയുടെ സങ്കടം, ഒരു സ്ത്രീയുടെ ത്യാഗം. അല്പം പച്ചവെള്ളം കുടിച്ചാൽ പോലും ശ്വാസം മുട്ടും. പ്രസവിച്ച അമ്മമാര് പറ, ആണോ? നിങ്ങളതിനെ പ്രസവിച്ചില്ലേ? ആണോ? ധൈര്യമായിട്ട് പറ. പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അസ്ഥികൾ ഒരേ സമയത്ത് ഒരേപോലെ ഒടിയുന്ന വേദനയാണ് പ്രസവ വേദന. ഈ പ്രസവ വേദനയാണ് ഒരു സ്ത്രീയെ സംസ്കാരത്തിന് സമ്പന്നയായ അമ്മയാക്കുന്നത്. അല്ലേ? ഈ പ്രസവ വേദനയാണ് ഒരു സ്ത്രീയെ സംസ്കാരത്തിന് സമ്പന്നതയാകുന്ന അമ്മയാക്കുന്നത്. ഈ സ്ത്രീ നിറവയറോടെ പലയിടങ്ങളിൽ വന്ന് മുട്ടി. ഒരു സത്രമെങ്കിലും തുറന്നു കിട്ടാൻ മുട്ടിയോ? ആരെങ്കിലും കൊടുത്തോ? മിണ്ടാപ്രാണികളും കല്ലടാവും വിജ്ഞാനമില്ലാത്ത ആട്ടേണന്മാര് സാക്ഷിയായി അഖിലാണ്ട വാഴുന്നവനാ ദൈവത്തെ പ്രസവിച്ചു. അവിടെ കൊണ്ടും തീരുന്നില്ല. അവിടെ കൊണ്ടും ഈ അമ്മയുടെ മനസ്സ് സ്വസ്ഥമാകുന്നില്ല. അമ്മ ഇങ്ങനെ മകന്റെ കൂടെ നടക്കുന്നു. മകനെ പള്ളി കൊണ്ടുപോയി തിരിച്ചു വന്ന പാരില്ല. ഒരമ്മയുടെ അന്താളിപ്പ് എന്തായിരിക്കും? മക്കളൊക്കെ ഇങ്ങനെ പഠിച്ച് മിടുക്കരാകും, വലിയവരാകും. നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ അമ്മയ്ക്ക് ഒരുപാട് അന്താളിച്ച് പേടിച്ച് സങ്കടപ്പെട്ട നിങ്ങൾ ഇത്രയൊക്കെ ആക്കിയത്. മടങ്ങി വരുമ്പോൾ മകനില്ല. അവിടെ കൊണ്ടും തീരുന്നില്ല. അതാ ഏറ്റവും അവസാനം 33 വയസ്സാകുമ്പോ പ്രാണന്റെ പ്രാണനായി ജീവന്റെ ജീവനായി ത്യാഗങ്ങൾ സഹിച്ച് പ്രസവിച്ചൊരു മകൻ ഭാരമേറിയ കുരിശും കൊണ്ട് കാൽവറിയിലേക്ക് നടന്നു പോകുമ്പോൾ അതിന്റെ പിറകെ നടന്ന് പ്രാവിനെ പോലെ കുറുകിക്കരയുന്ന ഒരു അമ്മയുടെ കഥയുണ്ട്, ഇല്ലേ? ദൈവം ഏറ്റവും കൂടുതൽ കണ്ണുനീര് കൊടുത്ത ആർക്കാ?
ഒരു സ്ത്രീ കരഞ്ഞാൽ ആ വീട് ഗുണം പിടിക്കും, ഒരു സ്ത്രീ കരഞ്ഞില്ലെങ്കിൽ ആ വീട് നശിക്കും. നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞാലും കുഴപ്പമില്ല. ഒരു സ്ത്രീ കരഞ്ഞാൽ ആ വീട് ഗുണം പിടിക്കും, ഒരു സ്ത്രീ കരഞ്ഞില്ലെങ്കിൽ ആ വീട് നശിക്കും. ദൈവത്തിന് മുൻപാകെ കരയണം അമ്മമാർ. ഭാരമേറെ ചുമടും കൊണ്ട് മകൻ പോകുമ്പോ അതിന്റെ പുറകിൽ നടന്ന് മാടപ്രാവിനെ പോലെ കരയുന്ന, കുറുകിക്കരയുന്ന ഒരു അമ്മയുടെ ഭാവമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെല്ലാം സമ്മപ്പ് ചെയ്തുകൊണ്ട് അമ്മ അങ്ങോട്ട് സറണ്ടർ ചെയ്തു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ. അമ്മയുടെ മനസ്സിൽ ചില വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് ഇത് സാധ്യമാകുമായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന സുഭിക്ഷതയുണ്ട്, എനിക്കിതെല്ലാം കിട്ടണം, എനിക്കിതെല്ലാം ആകണമെന്നുള്ളൊരു സുഭിക്ഷതയുടെ ആത്മീയതയുടെ മുൻപാകെ പരിശുദ്ധ അമ്മ കാണിച്ചു തരികയാണ് സഹനത്തിന്റെ ആത്മീയതയിൽ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കുന്ന ഒരു വലിയ മനസ്സിന്റെ, മനസാക്ഷിയുടെ നേർരേഖയുടെ യാഗപീഠമാണ് യഹോവ ഇരേ, പരിശുദ്ധയായ അമ്മ. ഞാന് സംബന്ധിച്ച ഒരു ശവസംസ്കാരത്തെ പറ്റി പറയാം. ഒരമ്മയ്ക്ക്, ദമ്പതികൾക്ക് 2 മക്കളുണ്ടായിരുന്നു. 2 മക്കളിൽ മൂത്ത മകൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി, 28 വയസ്സ് മാത്രം പ്രായമുള്ളൂ. രാവിലെ അവനും ഭാര്യയും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഈ പെങ്കൊച്ച് അടുക്കളയിൽ പോയി ചായ ഇട്ടുകൊണ്ട് മടങ്ങി വന്നു. മടങ്ങി വന്ന് 10 മിനിറ്റ് മുമ്പ് തന്നോടൊപ്പം ഇന്ന് പ്രാർത്ഥിച്ച ജീവിത പങ്കാളിയെ കുളിക്കുമ്പോൾ ആൾക്ക് ജീവനില്ല, സൈലന്റ് അറ്റാക്ക്. ആ അടക്കത്തിൽ ഞാൻ സംബന്ധിച്ചു. ഈ മകൻ മരിച്ചതിന്റെ 9 മാസം കഴിയുമ്പോൾ 24 വയസ്സുള്ള ഈ പയ്യന്റെ അനിയൻ അമ്മ രാവിലെ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചുണർത്തുമ്പോൾ ഈ കുഞ്ഞിനും ജീവനില്ല. 24 വയസ്സ്, 28ഉം 24 വയസ്സിൽ 2 മക്കളെ യാത്രയാക്കിയ ഒരമ്മയുണ്ട്, ഇന്നും ജീവനോടുണ്ട്. ഞാൻ ഈ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സഹിച്ചു? ഇതെങ്ങനെ സഹിച്ചു? ഈ അമ്മ ലെവലേശം സങ്കടമില്ലാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ചോ, ഈ 2 കുഞ്ഞുങ്ങളെ ദൈവം നോക്കാൻ എന്നെ ഏൽപ്പിച്ചു, ഞാൻ നോക്കാവുന്നിടത്തോളം നോക്കി, ദൈവം തിരികെ വിളിച്ചു, ഉടമസ്ഥൻ ചോദിച്ചു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുത്തു, അവൻ കൊണ്ടുപോയി. ഈ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ കടന്ന് കൂടുതൽ പാപം ചെയ്യുന്നതിനേക്കാൾ പാപമില്ലാത്തൊരു ലോകത്തിന്റെ അവകാശത്തിലേക്ക് എൻ്റെ മക്കൾ ചെന്നു എന്നുള്ളതാണ് എൻ്റെ ആശ്വാസത്തിന്റെ കാരണം. ഈ പാപമുള്ള ലോകത്തിൽ കടന്ന് എൻ്റെ മക്കൾ പാപം ചെയ്യുന്നതിനേക്കാൾ പാപമില്ലാത്തൊരു ലോകത്തിൽ എൻ്റെ മക്കൾ ചെന്നെത്തി എന്നുള്ളത് എൻ്റെ സന്തോഷമെന്ന് ഒരമ്മ 2 മക്കളുടെ ശവസംസ്കാരം കഴിഞ്ഞ് പറഞ്ഞുവെങ്കിൽ ഞാൻ പറയും, ആ അമ്മയുടെ ഹൃദയമാണ് യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. പറയാൻ പറ്റുമോ? ഐ ചലഞ്ച് യു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. ഒരു മുള്ളു കൊണ്ടാൽ സഹിക്കുവാൻ കഴിയാത്ത മലയാളി സംസ്കാരത്തോട്, ക്രൈസ്തവ ജീവിതങ്ങളോട് ഈ അമ്മ പറഞ്ഞു, എൻ്റെ മക്കൾ പാപമില്ലാത്തൊരു ലോകത്താണ്, അവിടെയാണ് ലോകപ്രകാരമുള്ള വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കപ്പെട്ട് വിശുദ്ധിയുടെ പരിമളത്തിൽ ജീവിക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞത്. ലാസർ മരിച്ചു, അത് മാർത്തയുടെയും മറിയയുടെയും ഒരു വിഗ്രഹമായിരുന്നു, അല്ലായിരുന്നു? അല്ലേ? വാസ്തവത്തിൽ കർത്താവ് ഉരുട്ടി മാറ്റാൻ പറഞ്ഞ കല്ല് ലാസറിന്റെ കല്ലറയുടേതല്ലായിരുന്നു, പിന്നെ ആരുടെയായിരുന്നു? മാർത്തയുടെയും മറിയത്തിന്റെയും അവരുടെ മുൻപാകെ നിന്നിരുന്ന ആ സമൂഹത്തിന്റെയും കല്ലാണ് കർത്താവ് ഉരുട്ടി മാറ്റിയത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ലാസർ മരിച്ചില്ല, ലാസർ മരിച്ചില്ല, അവൻ ഉറങ്ങുകയാണ്. ദൈവത്തിന്റെ മുൻപാകെ ഭക്തിയോടെ കൂടാരമടിക്കുന്നവന് ദൈവം നൽകുന്ന മനോഹരമായ ഒരു പീഠമാണ് യഹോവ ഇരേ.
ദൈവത്തിന് മുൻപാകെ കൂടാരം അടിക്കുന്നവന് ദൈവം പണിതു കൊടുക്കുന്ന ബലിപീഠത്തിന്റെ പേരാണ് യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. നമുക്ക് സക്കായിയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അറിയാമല്ലേ? ഉണ്ടെന്നില്ലല്ലോ, അറിയാം. സക്കായി ആരായിരുന്നു? സക്കായിക്ക് എന്തായിരുന്നു കുഴപ്പം? ഉറക്കപ്പറ. നീളമില്ലായിരുന്നു. പിന്നെ 2000 വർഷം കഴിഞ്ഞിട്ടും ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നത് നിങ്ങൾ അല്ലേ? ഒരു നന്മ സക്കായെ പറ്റി പറയാനില്ലയോ? 2000 വർഷം കഴിഞ്ഞിട്ടും സക്കായെ പറ്റി നമുക്ക് അവൻ പൊക്കം കുറഞ്ഞവനായിരുന്നു, പിന്നെ ചുങ്കക്കാരനായിരുന്നു അല്ലേ? എല്ലാ മനുഷ്യനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ബലഹീനതയാണ് അല്ലേ? എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ടേ, അതെൻ്റെ ഒരു സ്വകാര്യ ഗ്രൂപ്പാണേ. അതിനകത്തൊരു 167, 168 ദമ്പതികളുണ്ട്, മക്കളില്ലാത്തവർ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഔട്ടാകണം, അങ്ങനെയാണ് എൻ്റെ പോളിസി. മക്കളായവർ ഗ്രൂപ്പിൽ നിന്ന് ഔട്ടാകണം, പക്ഷെ എന്നെ അവർ ഔട്ടാക്കുന്നില്ല. ഞാൻ തുടങ്ങിയതാണ്. കാരണം അവർക്കും ജീവിതത്തിൽ എന്ത് വേണം? കൊച്ചു കൊച്ചു സന്തോഷം വേണം. ഞങ്ങൾ ഇടയ്ക്കൊരു ടൂറൊക്കെ പോയി, ഞങ്ങൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. നമ്മുടെ സഭാവിശ്വാസത്തിലുള്ള ഒരാൾ എന്നോട് വളരെ വേദനയോടുകൂടെ പറഞ്ഞു, സ്വന്തം ദേവാലയത്തിൽ പോയിട്ട് 7-8 വർഷമായി. ഞാൻ ചോദിച്ചു, എന്താ കുടിശ്ശിക കൊടുക്കാനുണ്ടോ, അതോ വികാരി ഇഷ്ടമല്ലയോ, എന്താ കാര്യം? എൻ്റെ ഒരു നർമ്മത്തിൽ ഞാൻ ചോദിച്ചതാ. അവിടുത്തെ ആ സഹോദരി വളരെ സ്നേഹത്തോടെ പറഞ്ഞു, അച്ഛന് ഞങ്ങളുടെ അനിയൻ്റെ പ്രായമേ ഉള്ളൂ, എൻ്റെ അനിയൻ്റെ ആങ്ങളുടെ പ്രായമുള്ള അച്ഛൻ. എങ്കിൽ ഞാൻ തുറന്നു പറയാം, അച്ഛാ പള്ളി പോകാൻ വലിയ പ്രയാസം അച്ഛാ. എന്താ കാര്യം? പറഞ്ഞു, അച്ഛാ പള്ളി ചെന്നാൽ 2-3 ചോദ്യം ചോദിക്കും ഞങ്ങളുടെ അടുത്ത്. ഒന്നാമത്തെ ചോദ്യം, പിള്ളേരൊന്നും ആയില്ലയോ? ഇവർക്കെല്ലാം അറിയാം എന്താ, കുഞ്ഞില്ലാന്ന് ഇവർക്കറിയാം. പക്ഷെ ആദ്യ ചോദ്യം എന്താണ്? പിള്ളേരായില്ലയോ? രണ്ടാമത്തെ ചോദ്യം എന്താ അറിയാമോ? ട്രീറ്റ്മെൻറ്റ് വല്ലതും ഉണ്ടോ? ഇവർക്കറിയാം ട്രീറ്റ്മെൻറ്റ് പോകുന്നില്ല എന്നറിയാം. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെയോ അല്ലെ നിങ്ങളുടെ ആരുടെയെങ്കിലും മുൻകാല ദോഷം കൊണ്ടായിരിക്കും എന്തുണ്ടാകാത്തത്? എന്നോടും പറഞ്ഞിട്ടുണ്ട്, സമയം നോക്കാതെ കെട്ടാൻ പോയതുകൊണ്ടാണ് പിള്ളേരുണ്ടാകാൻ ചെന്ന്. എനിക്ക് രാഹു കേതു ഗുളികളൊന്നും വിശ്വാസമുള്ള ആളൊന്നുമല്ല ഞാൻ പറഞ്ഞു, വേണ്ടാന്നേ. ഒരു മനുഷ്യന്റെ ബലഹീനത എന്താണെന്നോ അത് കൃത്യമായി അറിയുവാനും അത് വെച്ച് പകരം കൊടുക്കുവാനും കഴിയുന്ന ഒരു മനുഷ്യ സമൂഹമാണ് ഇന്നുള്ളത്. ആണോ അല്ലയോ? ആണോ? ഓട്ടെ. അപ്പൊ സക്കായി എന്ന് പറഞ്ഞ മനുഷ്യന് ഒരുപാട് ബലഹീനതകളുണ്ട്, പക്ഷെ അവന്റെ മനസ്സിൽ വലിയ വിഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവന്റെ മനസ്സിന്റെ വിഗ്രഹം? എനിക്കെങ്ങനെ സമ്പാദ്യം ഉണ്ടാക്കാം. ആണോ? അന്നത്തെ ഒരു സംസ്കാരത്തിൽ ചുങ്കം പിരിക്കുക എന്ന് പറഞ്ഞാലേ ഗവൺമെന്റ് പറയുന്നത് ഷിബുവച്ചൻ്റെ കയ്യിൽ നിന്ന് 300 രൂപ വീണം. ഇന്നത്തെ ഗവൺമെന്റ് പോണെന്ന് പറയുന്നില്ല, ഞാൻ പോട്ടെ. 300 രൂപ മേടിക്കണമെന്നായിരിക്കും പറയുന്നത്. പക്ഷേ ഈ ചുങ്കം പിരിക്കുന്ന ആൾക്കൊരു മനോധർമ്മത്തിൽ എത്ര വേണം പിരിക്കാം. 300 എവിടെ അടയ്ക്കണം? 300 ഗവൺമെന്റ് അടയ്ക്കണം. ബാക്കിയുള്ളത് ആർക്കെടുക്കാം? അപ്പൊ ആളും തരവും കണ്ട് ചുങ്കം പിരിക്കുന്ന സക്കായി ഇഷ്ടം പോലെ സമ്പാദിച്ചൊരു കൊടീശ്വരനാണ്. അതുകൊണ്ടാണ് സക്കായി പറഞ്ഞത്, ഞാൻ ഒന്നിന് എത്രയുടെ മടങ്ങ് കൊടുക്കാം? 4 മടങ്ങ് കൊടുക്കാം. 1, 2 പറഞ്ഞില്ല, 3 പറഞ്ഞു, പിന്നെ എത്ര കൊടുത്തു? അപ്പൊ അതുപോലൊരു സമ്പാദ്യമുള്ള ആളാണ് ആര്? സക്കായി. പക്ഷെ സക്കായിയുടെ മനസ്സിലെ ആ വിഗ്രഹം, പണമെന്ന വിഗ്രഹം പൊടിയാൻ, തകരാൻ തുടങ്ങിയത് എപ്പോഴെന്നറിയാമോ? പലരും പറഞ്ഞു കേട്ടു, നസ്രായനായ യേശു എന്നൊരാളുണ്ട്. ഈ ആളെ പറ്റി കേട്ടപ്പോ സക്കായിക്ക് ഒരാഗ്രഹം. എന്താണ്? നിന്റെ മനസ്സിന്റെ വിഗ്രഹങ്ങൾ തകരണമെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക, നിനക്ക് ആരെ കാണണം? ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായെങ്കിൽ മാത്രമേ. കന്യകമറിയാമിനും അത് തന്നെയല്ലേ കിട്ടിയത്? ആര് ലോകത്ത് എന്തൊക്കെ പറഞ്ഞാലും കന്യകമറിയാം ഇല്ലായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റുമായിരുന്നോ? പറ. അമ്മ മറിയം ഇല്ലായിരുന്നെങ്കിൽ കർത്താവിനെ കാണാൻ പറ്റുമായിരുന്നോ? പറ്റത്തില്ല. കാരണം ദൈവം നിയോഗിച്ച ആൾ ആരാണ്? അമ്മ. അപ്പോൾ അങ്ങനെ കർത്താവിനെ കാണണമെന്ന് സക്കായിക്ക് ആഗ്രഹം ഉണ്ടായി. സക്കായി അങ്ങനെ കർത്താവിനെ കാണാൻ ശ്രമിച്ചു. പറ്റിയോ? 2 പ്രശ്നം എന്തൊക്കെയായിരുന്നു? 1 തൻ്റെ പൊക്കക്കുറവ്, 2
2, ഈ നിൽക്കുന്ന സമൂഹം. നിങ്ങളല്ല. കാരണം എന്താ? പൊക്കക്കുറവായതുകൊണ്ട് സമൂഹം ഇങ്ങനെ കൂട്ടം ഇങ്ങനെ കൂടിയാൽ സക്കായിക്ക് ആരെ കാണാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഇടയിലുള്ള സ്വഭാവമാണ്. പോട്ടെ, അതിലേക്ക് വരുന്നില്ല ഞാൻ. ദൈവത്തെ കാണാൻ നിനക്കിഷ്ടമില്ല, മറ്റൊരുത്തനെ കാണിക്കത്തും നിങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമുക്ക് ദൈവത്തെ കാണണമെന്ന് അശേഷം ആഗ്രഹമില്ല അല്ലേ? റഡാറ് പോറ പള്ളി വന്ന് നിൽക്കുന്നത്. അച്ഛൻ വലിയ കാര്യത്തിൽ പറയും, ഈ സമയത്ത് നമ്മുടെ മനസ്സുകളും ചിന്തകളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളും പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഇന്ന് രാവിലെ എൻ്റെ പള്ളിയിൽ ഒരുത്തന് ഏതെങ്കിലും വായിച്ച് അച്ഛൻ ഇസ്ലാം ലഖുൽ നിൽക്കുന്നത് ഇങ്ങനെയാ. എന്നിട്ട് എത്ര 20 വയസ്സ് പോലും ഇല്ല. അതിന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന എന്തിനാ? നല്ലപോലെ നിൽക്കണം, കർത്താവെ കരുണ ചെയ്യണം. അപ്പോ ഈ സമൂഹം പലരും സ്വർഗത്തിൽ നരകം കിട്ടുന്ന ഏറ്റവും വലിയ പാപം എന്താണെന്നറിയാമോ? ഒരുത്തൻ്റെ വിശ്വാസം തെറ്റിച്ച് അവനെ ദൈവത്തെ മാറ്റിക്കളഞ്ഞാൽ അവന് എവിടെ കിട്ടും? നരകം കിട്ടും. അവൻ പോകത്തില്ല, നമ്മൾ പോകും. അവന് തെറ്റിക്കുന്നവൻ പോകുന്ന വചനം പറയുന്നു. പോട്ടെ. അപ്പൊ അങ്ങനെ സക്കായി ഈ ആൾക്കൂട്ടം കാരണം, തന്റെ പൊക്കക്കുറവ് കാരണം സക്കായി ക്രിസ്തുവിനെ കാണാൻ പറ്റിയില്ല. ഞാൻ പറയട്ടെ, സക്കായിക്ക് അവിടെ ഒരു സുവിശേഷ പീഠമുണ്ടായി. അതാരായിരുന്നു? കർത്താവിനെ കാണുവാൻ സക്കായിക്ക് സഹായമായ സുവിശേഷ പീഠം, ഏവങ്കേലിയോൻ മേശ. ആരായിരുന്നു? ഒരു കാട്ടത്തിയായിരുന്നു. ആരായിരുന്നു? ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം ഇങ്ങനെ ആയുസ്സും ആരോഗ്യവും 6 അടി പൊക്കവും 120 കിലോ ഭാരമൊക്കെ തന്ന് ശിബൂറ്റം വർഗീസത്തിനെ ഇങ്ങനെ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുമ്പോ ഒരു സക്കായിയെ പോലും ദൈവത്തിനെ കാണിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. 2, ഒരു കാട്ടത്തിയുടെ സ്വഭാവമെങ്കിലും കാണിക്കുവാൻ കഴിയാത്തവനാണ് ആര്? ഷിബുവച്ചൻ. എൻ്റെ പേര് ഓർമ്മ ഞാൻ തന്നെയല്ല, നിങ്ങളുടെ പേര് ഓർത്തോണം. ഒരാളെങ്കിലും ഈ ആയുസ്സിലൂടെ കർത്താവിനെ കാണിക്കാൻ പറ്റിയോ? ഇല്ല. നിന്റെ മനസ്സ് ലോകത്തിന്റെ വിഗ്രഹത്തിലാണ്. സക്കായി കർത്താവിനെ കണ്ട സക്കായി കർത്താവിനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സക്കായി ആരെ വിളിച്ചു? ഒരു കാര്യം ഓർക്കണം, ആത്മാർത്ഥമായിട്ട് നിനക്കും എനിക്കും കർത്താവിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ എന്നെയും കർത്താവ് വിളിക്കും. അതിന് ഏറ്റവും മനോഹരമായ ഒരു ഉത്തരം അത്. അങ്ങനെ കർത്താവ് സക്കായിയെ വിളിച്ചു. സക്കായി കൂടെ പോയി. കുറെ പേര് പറഞ്ഞു, ഇവൻ പാപിയായ മനുഷ്യന്റെ കൂടെ പോയല്ലോ. ഒരുമിച്ച് വീട്ടിൽ ചെന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഉത്തമഗീതത്തിൽ പറയുന്ന പോലെ സക്കായി അങ്ങോട്ട് പ്രേമാവേശനായി, എന്റെ പ്രിയ നിനക്കെനി എന്തു വേണമെന്ന് ചോദിക്കുന്ന പോലെ സക്കായി പറഞ്ഞു, എന്റെ കർത്താവേ എനിക്കെല്ലാം മതിയായി, എനിക്കിനി ഒന്നും വേണ്ട, ഇനിയും എനിക്കുള്ളതെല്ലാം വിറ്റ് നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ കർത്താവ് വരിക, ഭക്ഷണമൊക്കെ കഴിച്ചു, നിങ്ങൾ എന്തു പറയും? കർത്താവേ കരിമീൻ പപ്പാസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ആടുകറിയോ മനോഹരമായിരുന്നു. എന്നാ പോയാട്ട് കർത്താവേ അല്ലേ? നിങ്ങൾക്ക് നാളെ പറയാൻ മനസ്സുണ്ടോ? ധൈര്യമുണ്ടോ? എന്റെ കർത്താവിന് വേണ്ടി ഞാനെല്ലാം വിറ്റുകൊടുക്കുമെന്ന് പറയില്ല. കാരണം എന്താ? കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചിട്ടുമില്ല, കർത്താവ് വിളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല, കർത്താവ് കൂടെ താമസിക്കണമെന്നും. നിന്റെ പേരെന്ത്? നീ എവിടെ നിന്ന് വന്നു? നീ എന്തു ചെയ്യുന്നു എന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ ചോദ്യമുണ്ട്. നിന്റെ പേരെന്ത്? നീ എവിടെ നിന്ന് വന്നു? നീ എന്തു ചെയ്യുന്നു എന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ ചോദ്യമുണ്ട്. അത് പൂരിപ്പിച്ചാൽ നമുക്കിന്റെ ഉത്തരം ശരിയാകും. പോട്ടെ, അതിലും വിടുക. സക്കായി ഇത് പറഞ്ഞപ്പോ കർത്താവ് സ്നേഹത്തോടെ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നീ ആരുടെ മകനാ? നീ ആരുടെ മകനാ? ഉറക്കെ പറ. അബ്രഹാമിന്റെ മകനെന്നാ പറഞ്ഞത്. എൻ്റെ മോനാന്ന് പറഞ്ഞോ? പറ. നീ എൻ്റെ മകനാന്ന് പറഞ്ഞില്ല, നീ ക്രിസ്തുവിന്റെ മകനാന്ന് പറഞ്ഞില്ല, നീ പിതാവാം ദൈവത്തിന്റെ മകനാന്ന് പറഞ്ഞില്ല. മറിച്ച് യഹോവയായ കർത്താവ് യേശു മശീഹ പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. എന്തിനാ അബ്രഹാമിന്റെ മകൻ എന്ന് പറഞ്ഞത്? എബിച്ച് അടുത്ത വർഷം ഈ അച്ഛനെ വിളിക്കണ്ട, കാരണം ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായ അസൈൻമെന്റ് തരികയാണ്. നിങ്ങൾ വീട്ടിൽ പോയി കണ്ടുപിടിക്കണം. അബ്രഹാമിന് ഒരുപാട് അനുഗ്രഹം കിട്ടിയവനാണ്.
അബ്രഹാമിനെ പറ്റി പറയുന്നത്, നീ ആകാശ നക്ഷത്രങ്ങളെ പോലെ പെരുകും, കടൽ തീരത്തെ മഴത്തരികളെ പോലെ വർദ്ധിക്കും, നീ ഇടത്തോട്ട് വലത്തോട്ട് നിന്റെ കൈ വീശുന്നൊക്കെ നിനക്ക് കിട്ടും. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ദൈവം ചെറിയൊരു അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തു. എന്താണെന്നറിയാമോ? അബ്രഹാമേ, നീ എനിക്കൊരനുഗ്രഹമായിരിക്കും. ആർക്ക്? ദൈവത്തിന് അനുഗ്രഹമായവനാണ് അബ്രഹാം. അതേ അനുഗ്രഹമാണ് സക്കായുടെ വീട്ടിൽ ക്രിസ്തു കൊടുക്കുന്നത്. ഇവനും അബ്രഹാമിന്റെ മകൻ, ദൈവത്തിന് അനുഗ്രഹമായി തീർന്നവൻ. ചുങ്കക്കാരൻ അവന്റെ ഹൃദയത്തിലെ വിഗ്രഹം തകർന്നപ്പോൾ ദൈവത്തിന്റെ മകൻ എന്നുള്ള, ദൈവത്തിന്റെ അനുഗ്രഹം എന്നുള്ള വലിയ പാതയിലേക്ക്, ശിലയിലേക്ക് ആരുയർന്നു? സക്കായി ഉയർന്നു. പ്രിയപ്പെട്ടവരെ, എന്റെയും നിന്റെ മനസ്സിലെ ചില വിഗ്രഹങ്ങൾ ഉടയണം. ഈ അമ്മയുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ തകരണം. ഞാൻ ആമുഖത്തിൽ പ്രാർത്ഥിച്ചതാണ്, ദൈവത്തിന്റെ വചനത്താൽ ഞങ്ങളുടെ ചങ്കിനെ വെട്ടണം. ഞങ്ങൾക്ക് പാപത്തിന്റെ ബോധം നൽകണം, സത്യ കുംഭസാരം നൽകണം. അനുദപിക്കുന്ന പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുമ്പോ എന്നെയും നിന്നെയും ചൊല്ലി സ്വർഗം സന്തോഷിക്കാൻ ഇടയാവണം. 2, യഹോവ നിസി. സമയം കുതിര പോലെ ഓടുന്ന എന്ത് ചെയ്യാന്? യഹോവ നിസി. ആദ്യത്തെ ബലിപീഠം അബ്രഹാം പണിത് യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളുമെന്ന് കന്യകമറിയാമിന്റെ ജീവിതങ്ങളിലൂടെ നാം സാക്ഷീകരിക്കുമ്പോ 2, യഹോവ നിസി. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, യഹോവ എൻ്റെ കൊടി. എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ, കുഞ്ഞിനൊരു പേരിടണം. കുഞ്ഞ് പെങ്കൊച്ചാണ്. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ ഈ പ്രസംഗം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ, ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായമാണ്. നിസി എന്ന് പേരിട. ഇവിടെ ഉണ്ടോ? നിസിമാരുണ്ടോ? ഇല്ല. നിസി എന്ന പേരിന്റെ അർത്ഥം എന്താണ്? കൊടി. കൊടി, ഫ്ലാഗ്. എന്തിനാ കൊടി ഉപയോഗിക്കുന്നത്? ജയത്തിന്റെ അടയാളമാണ് കൊടി, വിജയത്തിന്റെ ചിഹ്നമാണ് കൊടി, പ്രാപ്യമായതിന്റെ അടയാളമാണ് കൊടി. അതുകൊണ്ട് മോശ പണിത ബലിപീഠമാണ് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടത്. പശ്ചാത്തലം വളരെ വേഗം പറഞ്ഞ ആശയം പറയാം. സീൻ മരുഭൂമിയിൽ നിന്ന് ഇസ്രായേൽ ജനം യാത്ര ചെയ്യുകയാണ് രഫീദീമിലേക്ക്. അങ്ങനെ രഫീദീമിൽ ഇസ്രായേൽ ജനം പാളയമിറങ്ങി അവരിങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് കുടിവെള്ളം ഇല്ലാതെ വന്നു. എന്തില്ലാതെ വന്നു? കുടിവെള്ളം ഇല്ലാതെ വന്നു. മോശയോട് ഈ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാൻ, ഞങ്ങളുടെ കന്നുകാലിൽ കുടിക്കാൻ വെള്ളം കൊടുക്കണം. പാവപ്പെട്ട മോശ എന്ത് പറഞ്ഞു? ഞാൻ ചിലപ്പോൾ ഒക്കെ പറയും, ചില പ്രസംഗം കേൾക്കുമ്പോൾ ചിലരൊക്കെ ഇരുന്ന് ഉറങ്ങിപ്പോകും. എന്താ? ചിലരൊക്കെ ഇരുന്ന്, ഞാൻ സ്നേഹത്തോട് പറയും, അമ്മ ഉറങ്ങരുത്, ഒടിഞ്ഞ് താഴെ വീണാൽ ഉയർപ്പിക്കാൻ എനിക്ക് കഴിവൊന്നുമില്ല. പണ്ട് ശ്ലീഹയുടെ പ്രസംഗം കേട്ടപ്പോൾ ഉയർപ്പിച്ചവരൊക്കെ ഉണ്ട്, നമുക്ക് ആ കഴിവില്ല. അതുകൊണ്ട് മോശയും അതുപോലെ പറഞ്ഞു. എന്താണ്? ഞാൻ എങ്ങനെ വെള്ളം? മോശ ആകുലപ്പെട്ടു, മോശ സങ്കടപ്പെടുക. അവസാനം ഈ ജനം മോശക്കെതിരെ പിറുപിറുത്തു, മോശക്കെതിരെ വാക്കേറ്റമായി. കലഹിച്ചുകൊണ്ടവർ മോശക്കെതിരെ പറഞ്ഞു, ദൈവത്തിനെതിരെ പറഞ്ഞു. അവസാനം ഈ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ അവരുടെ ഗ്ലോറിയസ് പാസ്റ്റിനെ മറന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ വന്ന് വെള്ളം കുടിക്കാതെ ചാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ കൃത്യമായി വീട്ടിൽ പോയി പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ കൃത്യമായി കാണുവാൻ കഴിയും. എന്തുകൊണ്ട് മോശ ഈ ബലിപീഠം പണിതെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ചോദ്യം മോശയ്ക്ക് നേരെ ഇസ്രായേൽ മക്കൾ ചോദിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ കിടന്ന് വെള്ളം കുടിക്കാതെ ചാകുന്നതിനേക്കാൾ, പിറുപിറുത്തുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് നല്ലത് ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്നതായിരുന്നു.
ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞ കാലത്തെ നല്ല കാലങ്ങൾ എല്ലാം മറന്നൊരു ജനം. നമ്മളും അങ്ങനല്ലേ? നിങ്ങളല്ല കേട്ടോ, നമ്മളും അങ്ങനല്ലേ? ഒരു കുട്ടിക്ക് വളരെ ഓമനത്വമുള്ള ഒരു കുഞ്ഞാ, അവൾക്ക് ക്യാൻസറാണ്, അവൾ മരിച്ചുപോയി. ക്യാൻസർ രോഗവുമായിട്ട് കുഞ്ഞ് വെല്ലൂരാണ് ട്രീറ്റ്മെൻറ്റ്. ഞാനും ആ സമയത്തുണ്ടായിരുന്നു. 6-7 മാസമായിട്ട് ആ കുഞ്ഞ് അവിടെ തന്നെ താമസിക്കുക. ആ കുഞ്ഞ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ കാണിച്ച ഡോക്ടർ ഞാനോട് സംസാരത്തിൽ പറഞ്ഞൊരു കാര്യം, മലയാളിയാണ്. അച്ഛാ, എനിക്ക് ഈ കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാൻ ഇവളോട് എന്താ പറയുന്നത്? ഇവളെന്താണ് മരിച്ചു പോവും? ഞാൻ ഇവളോട് എന്താ പറയുക? പക്ഷെ ഒരു കൊച്ചുകുഞ്ഞ്, 8-9 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുഞ്ഞ് ഡോക്ടറിന്റെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ ഡോക്ടർ പറയുന്നത്, എനിക്ക് അവൾ വരുമ്പോൾ സങ്കടമാണ്, പക്ഷേ അവൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ ആ സങ്കടമെല്ലാം മറക്കുവച്ചാ. ഈ കൊച്ചു പ്രായത്തിലുള്ള കുഞ്ഞ് തന്റെ രോഗം മനസ്സിലാക്കിയിട്ട് ഡോക്ടർ പറയുന്നു, ഡോക്ടറെ, ഉള്ള സമയത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണം. 8-9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ സാക്ഷ്യമാണ് ഈ ഡോക്ടർ പറയുന്നത്. ഞാൻ അവളുടെ മുൻപിൽ ഒന്നുമല്ലാതെ പോവുകയാണ്. നിസാര ഒരു പ്രശ്നത്തിന് മുൻപാകെ പകച്ചു നിൽക്കുന്ന മനുഷ്യൻ, അവൻ കഴിഞ്ഞ കാലങ്ങൾ മറന്നുപോകും. കഴിഞ്ഞ കാലങ്ങൾ സങ്കടത്തോടെ അവൻ മറക്കും. കഴിഞ്ഞ കാലങ്ങൾ പിറുപിറുപ്പോടെ അവൻ മറക്കും. ഇവിടെ ഇരുന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റത്തില്ലേ നിങ്ങൾക്ക്, കഴിഞ്ഞ വർഷത്തേക്കാൾ എന്നെ ദൈവം ഈ വർഷം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന്? ഒന്ന് കൈവച്ചേ നോക്കട്ടെ. ധൈര്യം പിന്നെ തള്ളിപ്പറയരുത്. മുൻ വർഷങ്ങളെക്കാൾ എന്നെ എൻ്റെ ദൈവം നടത്തിയിട്ടുണ്ടെന്ന് ബോധ്യമുണ്ട് എനിക്ക് നിങ്ങൾക്കും. ചങ്കത്ത് കൈവച്ചിട്ട് പറയണം. പക്ഷെ ഒരു നിസാര കാര്യത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ മറന്നു കളയും. നീ ജനം അങ്ങനെ മറന്നു. മോശ ദൈവത്തോട് വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഈ ജനം എന്നെ കല്ലെറിഞ്ഞു കൊല്ലും, ഞാൻ എന്തു ചെയ്യണം? യഹോവയാ ദൈവം മോശയോട് പറയുകയാണ്, നീ മുൻപ് നദിയെ അടിച്ച വടി കയ്യിലെടുക്കണം. എന്താ പറഞ്ഞത്? ശ്രദ്ധയോട് കേൾക്കണം ഈ വരി. നീ മുൻപ് നദിയെ അടിച്ച വടി കയ്യിലെടുക്കണം. എവിടാ മോശ മുൻപ് നദിയെ അടിച്ചത്? പറ. ഇസ്രായേൽ മക്കളെ കടത്തിക്കൊണ്ടു പോകുമ്പോ നദിയെ അടിച്ചു. എന്തു പറ്റി? എന്തിനാ മോശ ഈ നദി അടിച്ചത്? ജനം കടന്നു പോകാൻ. നമ്മുടെ പ്രോസ്പെരിറ്റി തിയോളജി അതാ. എന്റെ നിങ്ങളുടെ സ്വാർത്ഥതയുടെ ലാഭത്തിന്റെ തിയോളജി അതാണ്. വേദശാസ്ത്രം അതാണ്. ഞാൻ അങ്ങ് കടന്നുപോയി, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അല്ല, ദൈവം 2 കാര്യങ്ങൾ ആഗ്രഹിച്ചു. അസാധ്യമായത്, അസംഭ്യമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. കാരണം ഒരു മതിൽ പോലെ വെള്ളം ഇങ്ങനെ നിന്ന് ജനം അതിലൂടെ കടന്നു പോകുന്നു. ദൈവം ആഗ്രഹിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ജനത്തിന് ബോധ്യപ്പെടണം, ഇവരെ വിമോചിപ്പിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? ദൈവമാണ്. ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോ നിനക്ക് ബോധമുണ്ടാവണം, നിന്നെ രക്ഷിച്ചത് ദൈവമാണ്. നിന്റെ സാമ്പത്തിക പ്രതിസന്ധിയോ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളോ മാറ്റിക്കഴിയുമ്പോൾ നിനക്ക് ബോധമുണ്ടാവണം, നിന്നെ കടത്തിക്കൊണ്ടുപോയത് ദൈവമാണ്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ആദ്യം ബോധപ്പെടുത്തി, നിന്നെ കടത്തിക്കൊണ്ടുപോകുന്നത് ദൈവമാണ്. 2, ഫറവോനുള്ള സൂചനയാണ്. ഇവരെ കൊണ്ടുപോകുന്നത് ആരാണ്? ദൈവമാണ്. ആ ജനത്തിന് ബോധ്യപ്പെടണം, ഇവരെ പിടിച്ചു വിഴുങ്ങുവാൻ വരുന്ന ഒരു വലിയ സൈന്യത്തിന് ബോധ്യപ്പെടണം, ഇവരെ കൊണ്ടുപോകുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, മോശേ, നീ നദിയെ അടിച്ച വടി നീ കയ്യിലെടുക്കണം. അങ്ങനെ മോശ മൂപ്പന്മാരെയും കൂട്ടി ഈ വടിയുമായി കുന്നിൻ മുകളിലേക്ക് ചെല്ലുകയാണ്. കുന്നിൻ മുകളിലായി ദൈവം ഇങ്ങനെ നിൽക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നീ ആ പാറയെ അടിക്കുക. പാറയെ അടിച്ചു. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വന്നു. സ്നേഹിതരെ,
അതിനുശേഷം ഇസ്രായേൽ ജനം, അവരുടെ ഉള്ളിലൊരു സംശയമുണ്ടായി. അവരിത്രയുമൊക്കെ കാണിച്ചതല്ലയോ, ഇനിയും ഞങ്ങളുടെ ഇടയിൽ ദൈവമുണ്ടോ എന്ന് പരീക്ഷിച്ചു. അതിന് വേദപുസ്തകത്തിൽ പറയുന്ന പേരാണ് മസ എന്നും മെരീബ എന്നും. മസ എന്ന് പറഞ്ഞാൽ പരീക്ഷയെന്നും മെരീബ എന്ന് പറഞ്ഞാൽ കലഹമെന്നുമാണ് അർത്ഥം. തങ്ങളുടെ ഇടയിൽ ദൈവമുണ്ടോ? യാഗപീഠം പണിയുവാൻ നീ ഒരുങ്ങുന്നുവെങ്കിൽ മോശ അന്വേഷിച്ച പോലെ അന്വേഷണം ഉണ്ടാവട്ടെ, ഇസ്രായേൽ ജനം അന്വേഷിച്ച പോലെ അന്വേഷണം ഉണ്ടാവട്ടെ. എന്നിൽ പരീക്ഷയുണ്ട്, ഞാൻ കലഹമുണ്ടാക്കുന്നവനോ കലഹമുണ്ടാക്കുന്നവളോ, എന്നിൽ കലഹമുണ്ടോ എന്ന് ഒരന്വേഷണം നമ്മിൽ ഉണ്ടാവണം. ആ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിൽ മാത്രമേ യാഗപീഠം പണിയുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ആ പരീക്ഷണമൊക്കെ കഴിഞ്ഞ് മോശ യോശുവായോടും, അപ്പോഴേക്കും അമാലേക്ക് യുദ്ധത്തിനായിട്ട് വന്ന ആരടുക്കൽ? ഇസ്രായേലിൻ്റെ അടുത്ത് യുദ്ധത്തിനായിട്ട് വന്നപ്പോ, യുദ്ധത്തിനായി വരുമ്പോ മോശ അഹറോനെയും യോശുവായെയും ഹൂരിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് എവിടെ പോയി? കുന്നിന്റെ മുകളിലേക്ക് കയറുകയാണ്. ശ്രദ്ധയോടെ കേട്ടോണം. യോശുവായെയും ഹൂരിനെയും കൂട്ടിക്കൊണ്ട് മോശ കുന്നിന്റെ മുകളിലേക്ക് കയറി. പാറയടിച്ച വടി കൈവശമുണ്ട്, അതൊക്കെ താത്തുവച്ചിട്ട് മോശയുടെ കരങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് വിരിച്ചു. മോശയുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് വിരിച്ചു. ആ സമയത്ത് ഇസ്രായേൽ ജനം ജയിക്കുകയാണ്, അമാലേക്ക് തോക്കുകയാണ്. എപ്പോഴൊക്കെ മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നോ അപ്പോൾ ഇസ്രായേൽ ജനം ജയിക്കും. മോശയുടെ കരം താണോ അന്നേരം അമാലേക്ക് ജയിക്കും, ഇസ്രായേൽ മക്കൾ തോക്കും. എവിടെ ഇങ്ങനെ കൈപൊക്കുന്നേ? കുറെ പൊക്കി വച്ചപ്പോ മോശയുടെ കൈക്ക് വേദന അനുഭവിച്ചു. ഒരു പാറ ഉരുട്ടി വെച്ചു, മോശ അതിലിരുന്നു. യോശുവായും ഹൂരും അപ്പുറം ഇപ്പുറം ഇരുന്ന് കൈ ഇങ്ങനെ പൊക്കിപ്പിടിച്ചു. സന്ധ്യ വരെ യുദ്ധം കഴിഞ്ഞു, അമാലേക്ക് തോറ്റുപോയി, ഇസ്രായേൽ ജനം ജയിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാ നമ്മളിങ്ങനെ കൈകൾ ഉയർത്തുന്നത്? പറ. ഏറ്റവും കൂടുതൽ കൈ ഉയർത്തുന്ന കൂദാശ ഏതാ? വിശുദ്ധ കുർബാനയാ ആണോ? അനാഫോറ ആരംഭിക്കുമ്പോ പട്ടക്കാരൻ കരങ്ങൾ വിരിച്ചാൽ കർത്താവിന് രണ്ടാമത്തെ വരവ് വരെ പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്ന സമയം വരെ കൈ എങ്ങനെ ഇരിക്കുന്നത്? കൈ ഉയരങ്ങളിലേക്കാണ് ഇരിക്കുന്നത്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത്രയും മാത്രം ഓർത്താ മതി. വെൺമണി സെന്റ് മേരീസ് ഓർത്തഡോക്സ് തീർത്ഥാടന കേന്ദ്രമാകുന്ന മോശ ഇരുന്ന കുന്ന്, ദൈവം നിന്ന കുന്ന്, ഈ കുന്നിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നിന്റെ കരങ്ങൾ നീ സ്വർഗത്തിലേക്ക് വിരിക്കുന്നുവെങ്കിൽ അസംഭവ്യമെന്ന് കാണുന്നത് ദൈവത്തിന് സംഭവ്യമാക്കുവാൻ പറ്റുന്ന സാധ്യതയാണ്. അതിനെയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഞാൻ സംഭവം പറയട്ടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയെങ്കിൽ ഞാൻ പറയാതിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. 10 വർഷത്തിന് ശേഷം എൻ്റെ കൈയുടെ വേദനയ്ക്ക് വേണ്ടി ഞങ്ങൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയതാണ്. ഞാൻ അവിടെ ഒരു തമാശ രീതിയിൽ എൻ്റെ ഭാര്യയെ ഒന്ന് കാണിച്ചു. ഡോക്ടർ അതിന് രോഗം കണ്ടെത്തിയത് വളരെ കോംപ്ലിക്കേഷനാണ്. ഡോക്ടർ പോലും അമ്പരന്നു എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമെന്നുള്ളത്. അത്ര കോംപ്ലിക്കേഷനായ ഒരു പ്രശ്നമാണ് യൂട്രസിനുള്ളത്. ഡോക്ടർ മരുന്നൊക്കെ തന്നു, ദൈവം കരുണ ചെയ്തു, ഗർഭിണിയായി. 5-ാം മാസം, അതായത് ഈ കഴിഞ്ഞ സ്വർഗാരോഹണ പെരുന്നാൾ, ഞാനും എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു വൈദികനാണ്, അദ്ദേഹവും എൻ്റെ സുഹൃത്ത് സഹോദരനായ ഒരച്ഛനും ബാംഗ്ലൂർ താമസിക്കുന്ന അടുത്ത് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് വിശുദ്ധ കുർബാന വേണം.
അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുതരാം. അങ്ങനെ പ്രിപ്പയർഡായിരുന്നു. ഞങ്ങൾ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വിശുദ്ധ കുർബാന കൊടുത്തു. വിശുദ്ധ കുർബാന അനുഭവിച്ചു. ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലായപ്പോഴേക്കും ഒരു മനുഷ്യനും കണ്ടു നിൽക്കുവാൻ സഹിക്കാൻ വയ്യാത്ത പോലെ സിവിയറായ ബ്ലീഡിങ് ആവുകയാണ്. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത നിലയിൽ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക്, ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞു, ഫാദറെ അബോർട്ടർ ആവുക. എന്താകുക? ഡോക്ടർ പറഞ്ഞു അബോർട്ടഡ് ആവുകയാണ്. ഞങ്ങളൊക്കെ സങ്കടപ്പെട്ടു. ഞാൻ ഉൾപ്പെടെ അറിയാതെ ഒരു മനുഷ്യൻ്റെ ജൽപ്പനം, പച്ചമാംസവും പച്ച ശരീരമാണല്ലോ, ആ സ്വാഭാവിക സങ്കടത്തിൽ കരഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ വീണ്ടും ഒന്ന് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇറ്റ്സ് മിറക്കിൾ. ഇതെന്താണ്? ഇതൊരു അത്ഭുതമാണ്. എന്താണെന്നറിയാമോ? കുഞ്ഞിങ്ങനെ വളർന്നു വരുന്നു. യൂട്രസ് നമുക്കറിയാമല്ലോ, ഒരു ലിക്വിഡ് ഫോമിലാണ് അതിൻ്റെ ബാലൻസിങ്. അതിന് ചുറ്റും അക്രീറ്റ, മെഡിക്കൽ ടൈം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അക്രീറ്റ എന്ന് പറഞ്ഞാൽ വേര് പോലെ ഇങ്ങനെ രക്തം കട്ടിയായി നിൽക്കും. അതുകൊണ്ട് ഈ കുഞ്ഞ് മുകളിലേക്ക് വളരത്തില്ല, അതിന് മൂവ്മെൻറ്റ് കിട്ടത്തില്ല. ആ കുഞ്ഞ് കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഒരു സാധ്യത അതിനകത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, പുരോഹിതന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് വിരിച്ച് ദൈവത്തിന്റെ കൃപ സ്വർഗത്തിൽ നിറങ്ങി ഈ അപ്പവും മീനും കർത്താവിന്റെ ശരീരരക്തമായി രൂപാന്തരപ്പെട്ടപ്പോ, ഇതെന്റെ ഒരു ജീവിതത്തിന്റെ സത്യത്തിൽ നിന്ന് പറയട്ടെ, രൂപാന്തരപ്പെട്ടപ്പോ അക്രീറ്റയല്ല, അസാധ്യം എന്നുള്ളത് ദൈവം സാധ്യത വരുത്തി. ആ യൂട്രസ് ദൈവം ശുദ്ധീകരിച്ചു. വിശുദ്ധമായത് അകത്ത് ചെന്നപ്പോൾ അശുദ്ധമായത് പുറത്തുപോയി. അതിനാണ് കരങ്ങൾ സ്വർഗത്തിലേക്ക് വിരിക്കേണ്ടത്. ഈ ദേവാലയമാകുന്ന കുന്നിൻ മുകളിൽ കരങ്ങൾ വിരിക്കുമ്പോൾ നിങ്ങളിൽ അശുദ്ധമായത് പുറത്തു പോകണം. അവിടെ നമുക്ക് ജീവിതത്തിലെ അടയാളങ്ങൾ ആകുവാൻ പറ്റുകയുള്ളൂ. ഞാനത് കഴിഞ്ഞ് എൻ്റെ പല സഹോദര വൈദികരോടും പറയാറുണ്ട്, മക്കളെ, എൻ്റെ സഹോദര, ഞാൻ പറഞ്ഞ കേൾക്കുന്നവരോട്, ഈ വിശുദ്ധ കുർബാന നമ്മൾ ചിന്തിക്കുന്നല്ല മക്കളെ. വിശുദ്ധ ബലി നമ്മൾ ചിന്തിക്കുന്നല്ല, നമ്മൾ തീരുമാനിക്കുന്നല്ല. നമ്മുടെ ജീവിതങ്ങൾ അസ്തമയങ്ങളുണ്ടെങ്കിൽ അസ്തമയത്തെ മാറ്റി ഉദിക്കുവാൻ പ്രാപ്തിയുള്ള സൂര്യകിരണങ്ങളുടെ പ്രവേശനമാണ് വിശുദ്ധ കുർബാന. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ്. ദർഗായിലേക്ക് ഒരു പട്ടക്കാരൻ കയറുമ്പോൾ ആ പട്ടക്കാരൻ അശുദ്ധിയല്ല, ദൈവത്തിന്റെ വിശുദ്ധിയാണ് അവിടെ വലുത്. ആ വിശുദ്ധിയിൽ ഈ അപ്പവീഞ്ഞുകളിൽ അശുദ്ധമായത് നമ്മിലെ മാറ്റിക്കളയുവാൻ പ്രാപ്തിയുണ്ട്. ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അവിടെയാണ് മോശയുടെ കരങ്ങൾ വിരിക്കപ്പെട്ടപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം മഴ പോലെ പെയ്തിറങ്ങിയത്. ഇസ്രായേൽ ജനം ജയിച്ചത്, ആ ജയിച്ചതിന്റെ ഓർമ്മയ്ക്ക്, അമാലോകിനെ തോൽപ്പിച്ചതിന്റെ ഓർമ്മയ്ക്ക് യഹോവയായ ദൈവത്തിന് മുൻപാകെ മോശ ഒരു പുസ്തകം എഴുതി വെച്ചു. അവിടെ ഒരു ബലിപീഠം പണിതു. ഒരടയാളമാണ്, അതിന്റെ പേരാണ് യഹോവ നിസി. നമുക്കും ജയിക്കണ്ടേ? തോറ്റവരൊത്തിരി ഉണ്ട്. ലോകം തോറ്റവരെന്ന് വിധിച്ചവരുണ്ട്. സ്വയമേ പരാജയപ്പെട്ടെന്ന് പറഞ്ഞവരുണ്ട്. ചികിത്സകൾ ഫലിക്കത്തില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ മുൻപിടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞ ഈ അങ്കിൾ വന്നപ്പോൾ എന്നോട് സൂചിപ്പിച്ചു, അന്നൊരു പയ്യന്റെ കഥ പറഞ്ഞു, ഒരു സംഭവം പറഞ്ഞു. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ മുൻപാകെയുണ്ട്. മരണത്തെ പോലും ലഘൂകരിച്ച് കണ്ട വിശുദ്ധിയുടെ ജീവിതങ്ങൾ. ഈ അടുത്ത കാലത്ത് ഒരു അച്ചായൻ, ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മരിക്കുന്നത് കൊണ്ട് എനിക്ക് പേടിയില്ല, കാരണം ഞാൻ അനുഭവിച്ച കർത്താവിന്റെ ശരീരം രക്തവും അവന്റെ ശരീരത്തോട് എന്നെ കൂട്ടിച്ചേർക്കുന്നതുകൊണ്ട് എനിക്ക് മരിക്കാൻ പേടിയില്ല. അതാണ് വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ വിരിക്കണം.
കരങ്ങൾ സ്വർഗത്തിലേക്ക് വിരിക്കണം. അവിടെയാണ് ദൈവത്തിന് യാഗപീഠം പണിയുവാനും കഴിയുന്നത്. അമ്മയും ഒരു പക്ഷേ ഇതാ ഞാൻ കർത്താവിന് ദാസി എന്ന് കരങ്ങൾ വിരിച്ചായിരിക്കും പറഞ്ഞിരിക്കുക. നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.